Hi friends, welcome to Ladies House. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, മെക്സിക്കൻ ചിക്കൻ റോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: സവാള അരക്കപ്പ് നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളി അരക്കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അരക്കപ്പ് തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോണ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള കോണാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം നമുക്ക്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് 1 കപ്പ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ മിൻസ്ഡ് ചിക്കനാണിത്. അപ്പോൾ മിൻസ്ഡ് ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അത് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതിനുശേഷം നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും ഇതൊക്കെ നന്നായി ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോണാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഉള്ളത് ഇട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജീസ് ഉണ്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ എനിക്ക് 2 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായി പോവും. അപ്പോൾ ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മിൻസ്ഡ് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ്റെ ഒക്കെ കളറൊന്ന് മാറുന്ന വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ കളറൊക്കെ മാറി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ജീരക പൗഡറാണ്, ക്യുമിൻ സീഡ് പൗഡർ. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. ക്രഷ്ഡ് ചില്ലി ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇടുന്നുണ്ടല്ലോ, പിന്നെ മുളക് പൊടിയും, അപ്പോൾ അത് തന്നെ എരിവ് ആയിക്കോളും. പിന്നെ നമുക്കിതിന് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ തൽക്കാലം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജീസ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസ്, അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് 2 മിനിറ്റ് മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അതും 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇരിക്കാൻ പോകുന്നത്. ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. അത്രമാത്രമാണ് നമ്മൾ ചെയ്ത് നമുക്ക് ഈ ഒരു വെജീസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അത്രയും ആയതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെജീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് നല്ല ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ റോളിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം. അതിന് മേലെ കുറച്ച് ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസാണിത്. അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ജസ്റ്റ് സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മെക്സിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ റോൾസും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ അതുപോലെ കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു റോള്. പിന്നെ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് റെഡിമെയ്ഡ് ആയത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഹോം മെയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മൈദയും കോൺഫ്ലവറും വെച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് അടുത്തതും ഞാനത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ റോൾസും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ റോൾസും ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോ സ്പ്രിംഗ് റോളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സെറ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മെക്സിക്കൻ ചിക്കൻ റോൾ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ അവരാണെങ്കിലും കഴിക്കുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് ചിക്കനും ഉണ്ട്, വെജീസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുകൂടെ അങ്ങ് കോരി മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മെക്സിക്കൻ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.